എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എണ്ണയില്ലാത്ത സമോസ ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 3 തവി മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ കൈ കൊണ്ട് ആദ്യം ഒന്ന് തിരുമ്മി എണ്ണയും ഉപ്പും കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ചപ്പാത്തിയുടെ പരുവത്തിൽ, ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ കുഴയ്ക്കുന്നത് അതുപോലെ ഇത് കുഴച്ചെടുത്തേക്കാം. എണ്ണയില്ലാതെയാണ് നമ്മളിവിടെ ഇന്ന് ഈ സമോസ ഉണ്ടാക്കുന്നത്. നല്ല സുന്ദരമായ സമോസ, അത് ഹെൽത്തി ആയത്. അധികം എണ്ണയൊന്നും ഇപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് എണ്ണയില്ലാത്ത സമോസ ഉണ്ടാക്കുന്നത്. മാവ് ഇതാ കുഴച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനടുപ്പ് വെച്ച് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത് പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല, ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് പയ്യെ മൂത്ത് വന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്തിട്ടല്ലേ എല്ലാവരും സമോസ ഉണ്ടാക്കുന്നത്. നമുക്ക് എണ്ണ ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് അതിൻ്റെ കളറൊന്ന് മാറി വന്നതിന് ശേഷം വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉപ്പും കൂടെയാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ കളറ് ഒന്ന് മാറി വരട്ടെ. കളറൊന്നൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, ഒരു 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇനി പച്ചമുളക് ചേർക്കുന്നില്ല, എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. 1/2 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി 1/2 സ്പൂണ് ഗരം മസാല. ഇനി എരിവിനായിട്ട് ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ. ഇത്രയും മതി. ഇപ്പോൾ ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലേശം ഇതൊന്ന് പൊടികളെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂടുന്നതിന് വേണ്ടി ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് അത് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം വേറെ ഇതിനകത്ത് ഗ്രീൻ പീസ് ഒന്നും ഞാൻ ഇടുന്നില്ല, ഉരുളക്കിഴങ്ങും സവാള മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു. ഇപ്പോൾ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സമോസയ്ക്ക് അതിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എണ്ണയിലല്ലല്ലോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഈ സമോസ ഒന്ന് ആവിയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവിക്കുള്ളത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. അതുപോലെ ഒരു മുട്ട പുഴുങ്ങി ഞാൻ 4ആയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സമോസ ഞാൻ ആ മുട്ട വെച്ചും കുറച്ച് നമ്മുടെ ആ ഫില്ലിങ്ങിനുള്ള കൂട്ട് തയ്യാറാക്കിയാണ് ഇത് മാത്രം വെച്ചുമാണ് ചെയ്യുന്നത്. മുട്ട വെച്ചുള്ളതിനുള്ള നമുക്ക് പരത്തി മുറിച്ച് വെച്ചേൽ ഓരോ പീസ് മുട്ടയും വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്ങിനുള്ള ഉരുളക്കിഴങ്ങൊക്കെ അതും വെച്ച് കൊടുക്കാം. ഈ സമോസയുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇത് ഞാൻ ഇനി ഒരു 2 മിനിറ്റ് ആവിയിലൊന്ന് വേവിക്കും. കാരണം എണ്ണ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. അതിനാണ് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ആവിക്ക് വെച്ചിരുന്നത്. ഇനി ഇതിനകത്തേക്ക് കണ്ടോ, നല്ല ആവി വന്നതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. വെറും 2 മിനിറ്റ് ഇരുന്നാൽ മതി. കണ്ടോ, ഇപ്പോൾ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് കണ്ടോ, എല്ലാം എടുത്തു കഴിഞ്ഞു. അങ്ങനെ വേവിച്ച് ഇനി ഒരു പാൻ അടുപ്പേ വെച്ച് പാൻ നന്നായിട്ടും ആദ്യം ചൂടാക്കണം. ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. കാരണം അത് പിടിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയും പുറമെ ലേശം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പം ഒന്ന് മറിച്ചിടണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുറം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് എങ്ങനെ സമോസ ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ഇതും നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള നല്ല സുന്ദരമായ സമോസ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എണ്ണയില്ലാതെ ഹെൽത്തി ആയിട്ടുള്ള സമോസ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.